ഈ പടം ഒന്ന് ചെറിയ ഒരു എന്താ പറയാ ഒന്ന് കാലിപ്പുറത്തേക്ക് എടുത്ത് വെച്ചിരുന്നെങ്കിൽ പാളും ആശങ്കപ്പെട്ടോ? ഉണ്ടായിരുന്നു. ഈ സിനിമ ഞങ്ങളുടെ കാൽക്കുലേഷൻ നേരെ വിപരീതമായിട്ട് വന്ന സിനിമയാണ്. ഈ സിനിമ മലയാളത്തിൽ സ്വീകരിക്കാൻ ഒരു സാധ്യതയില്ലാത്തൊരു പടവും തമിഴിൽ ഇത് നല്ല രീതിയിൽ സ്വീകരിക്കാൻ സാധ്യതയുള്ള ഒരു പടമായിട്ട് ഫീൽ ചെയ്തിരുന്ന സിനിമയാണ്. പക്ഷെ റിവേഴ്സാണ് ഉണ്ടായത്. തമിഴിൽ ഇതൊരു 50-60 ദിവസം ഓടുകയും ഇവിടെ ഒരു 100 ദിവസം ഭയങ്കര ആഘോഷമായിട്ട് ആൾക്കാർ എടുക്കുകയും ചെയ്ത സിനിമയാണ്. അപ്പോൾ നമ്മളാകെ ഞെട്ടിപ്പോയി ഇതിൻ്റെ റിസൾട്ട്. കാരണം എല്ലാവരും എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് അവരെ എൻഗേജ് ചെയ്യിപ്പിച്ച ഒരു സിനിമയാണ്. നല്ല എഡ്ജ് ടു ദ സീറ്റിലേക്ക് ഇരുത്തി പടം കാണിച്ച് നല്ല മ്യൂസിക്കും കട്ട്സും സൗണ്ടൊക്കെ വെച്ച്. കഥയല്ല അതിനകത്ത് പ്രത്യേകത, മേക്കിംഗ് ആണ്. അത് കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ദിവീന് തന്നെ അറിയണ്ടാവില്ല കഥ എന്താണ്. ഇപ്പോഴും അതിൻ്റെ കഥ പറയാൻ പറഞ്ഞാൽ ഇത്തിരി കഥ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഷൈൻ വേണേ 1 മണിക്കൂർ എടുത്ത് പറയും, പക്ഷേ എങ്കിലും നമ്മളാണെങ്കിൽ ഒരു വാചകം കൊണ്ട് പറയും. കഥ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കഥയില്ലായ്മയാണ് ആ സിനിമയുടെ വിജയം എന്ന് പറയാം. പക്ഷേ ആ മേക്കിങ്ങിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ സിങ്ക്രണൈസേഷൻ, ഒരുപക്ഷെ പല സീനുകളെയും കൂടി യോജിപ്പിച്ചു. വേണമെങ്കിൽ അതെല്ലാം ചെതറിപ്പോകായിരുന്നു. ഈ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതെല്ലാം കൂടി അവിടെ ഇവിടെ നിന്ന് വാരിക്കൂട്ടിയിട്ട് ഒരു തുണി കെട്ടി കൊണ്ടുകൊണ്ട് വന്നേനെ. അൽഫോൻസോട് പറഞ്ഞോ, അൽഫോൻസെ ഇതൊരു ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് നിങ്ങൾ? ഈ സിനിമ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും അവനോട് പറഞ്ഞിരുന്നു, അൽഫോൻസ് നിൻ്റെ ആദ്യത്തെ സിനിമ നേരമാവരുത്, നീ കുറച്ചും കൂടി ഒരു ബ്രില്യൻ സ്ക്രിപ്റ്റ് പരിപാടിയിലേക്ക് നീ എത്തണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. ഒരുപാട് അൽഫോൻസ് ബോധ്യമായില്ല. അൽഫോൻസിന് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്. ഇല്ലടാ, ഞാൻ ഈ സിനിമ നിങ്ങൾ അവനീ പറഞ്ഞ കഥ അവൻ എന്താണ് മനസ്സിലുള്ളതെന്ന് പറയാൻ അറിഞ്ഞൂടാ. കമ്മ്യൂണിക്കേഷൻ വളരെ മോശമാണ്. അല്ല, അവനത് ചിലവർക്കുണ്ടല്ലോ നറേറ്റ് ചെയ്യാനായിട്ട്, ചിലർക്ക് അങ്ങനെ പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് അൽഫോൻസ് അങ്ങനെ അധികം ഒന്നും അങ്ങനെ എക്സ്പോസ് വർത്താനം പറഞ്ഞ് പൊളിയെന്ന് വിചാരിച്ചിട്ടാണോ? എനിക്കറിഞ്ഞൂടാ, അവനൊരു പേടിയുള്ളതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ എങ്ങനെയാണ് മൂപ്പർ? അവിടെയും പുള്ളിക്ക് ആ ഒരു പ്രശ്നമുണ്ട് അല്ലേ? അതായത് ഇവൻ എന്താണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവന് അത് കറക്റ്റായിട്ട് പറയാറുണ്ട്. പക്ഷെ അവനത് സ്ക്രീനിൽ ശരിപ്പെടുത്തുവാൻ. അപ്പോൾ നമ്മളവരെ വിശ്വസിക്കാന്നുള്ള, ഒരു ഡയറക്ടറെ നമ്മൾ വിശ്വസിക്കാന്നുള്ളതാണ് അതിൻ്റെ അത് ചെയ്യേണ്ടത്. ഒരുപാട് തർക്കങ്ങൾ നടക്കാറുണ്ട് അവരുടെ ഇടയിൽ. ആ തർക്കങ്ങൾ അവസാനം ആരാണ് സുല്ലിടുന്നത്? അങ്ങനെയില്ല, അതിൽ തർക്കം ആരുടെ തർക്കമാണ് വാലിഡ്, അത് വിജയിക്കാന്നുള്ളതാണ്. അല്ല, ഞങ്ങൾ അങ്ങനെ ഒരു ഹെൽത്തി തർക്കമാണ്, അല്ലാതെ ആരോഗ്യകരമാണ്, ഒരു ഡിബേറ്റാണ്. ഒരുപക്ഷെ യുക്തി ആരുടെ ഭാഗത്താണോ ആ യുക്തി ജയിക്കും എന്നുള്ളതാണ് പ്രധാനമാണ്. അതിലൊരു വലിപ്പ ചെറുപ്പത്തിൻ്റെ പ്രശ്നമില്ല. എനിക്കൊന്ന്